ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ ഏറ്റവും അവസാനത്തെ ആഹ്വാനം എന്താണെന്നറിയാമോ? നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അപ്പോസ്തല പ്രവർത്തികൾ 1-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഏറ്റവും അവസാനത്തെ ആഹ്വാനം. ഒരാൾ തൻ്റെ മരണത്തിന് മുമ്പ് നൽകുന്ന ഏതൊരു ആഹ്വാനവും ആവശ്യവും അത് തൂക്കുമരത്തിന് മുമ്പിൽ നിൽക്കുന്ന കുറ്റവാളിയുടേതാണെങ്കിൽ പോലും നിവർത്തിച്ചു കൊടുക്കും ജീവിച്ചിരിക്കുന്നവർ. നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ കൽവരിയിലെ സ്നേഹത്തിൻ്റെ മൂർത്തഭാവം, അതായത് ദൈവം മനുഷ്യനായി മരത്തിൽ മരിച്ച് ഉയിർത്ത ക്രിസ്തു നൽകുന്ന സ്നേഹ സന്ദേശം ഇതാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലെ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. കർത്താവ് ജീവിച്ച് രക്തസാക്ഷിയായി രക്തം വാർന്ന് സ്നേഹം രക്തമാക്കി തൻ്റെ ജീവിതത്തിൽ നിറഞ്ഞൊഴുകിയതിൻ്റെ ഉപസംഹാരമാണ് കുരിശിലെ രക്തസാക്ഷിത്വം. നമ്മുടെ ജീവിത സാക്ഷ്യവും രക്തസാക്ഷ്യമുള്ളതാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാറ്റിമറിക്കും. വിശ്വാസം പ്രവൃത്തിയാൽ മനുഷ്യരൂപമെടുത്ത് ഓരോ വ്യക്തി ജീവിതങ്ങളും രൂപാന്തരപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ വസിക്കുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ ആരാധനയും ജീവിതവും. ഐൻബ്രിയ എന്ന ഓർത്തഡോക്സ് പണ്ഡിതൻ തൻ്റെ പുസ്തകത്തിൽ ജീവിതത്തെ വ്യാഖ്യാനിക്കുന്നത് ദ ലിറ്റർജി ആഫ്റ്റർ ദ ലിറ്റർജി എന്നാണ്. ആരാധനാക്രമത്തിന് ശേഷമുള്ള ആരാധനാക്രമം, അതായത് ഞായറാഴ്ച ആരാധനയുടെ തുടർച്ചയായിരിക്കണം തിങ്കൾ മുതൽ ശനി വരെ നീളുന്ന നമ്മുടെ ജീവിതം. ഇപ്രകാരമുള്ള ആരാധനയുടെ വിശ്വാസത്തിൻ്റെ രൂപം നമ്മെ മർത്തിശ്മുനിയമ്മയെയും മക്കളെയും ഒക്കെ പോലെ പകരം വയ്ക്കാനാവാത്ത വിശ്വാസധീരത ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കാൻ പര്യാപ്തരാക്കും. വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാം. അതിനെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നേരിട്ട് ലോകത്തിനു മുന്നിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷിയായി ജീവിച്ചു മരിക്കുവാൻ നിങ്ങൾക്കും എനിക്കും ഒക്കെ സാധിക്കട്ടെ. ആമീൻ.